നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഇത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറിയിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 പീസ് വീതം ഏലക്കായ, പട്ട, ഗ്രാമ്പു ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു കറിയിലേക്ക് 2 സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പച്ചമുളകും ഈ ഒരു സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരു പകുതി ഭാഗം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 12 പീസ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ സവാള ഈ ഒരു പരുവത്തിലാട്ടോ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ തക്കാളി നമ്മൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഒരുപാട് മസാലകൾ ചേർത്തുണ്ടാക്കുന്ന കറിയല്ല കേട്ടോ. ചെറുതായിട്ടുള്ളൊരു മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് മിൽക്ക് ആട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കറിയിൽ ഫ്രഷ് മിൽക്കും ഫ്രഷ് ക്രീമും ഈ ഒരു കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഗരം മസാല കുറവാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ കറി തിളച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 2 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മളിതുപോലെ പച്ചമുളക് മുറിച്ചിട്ടതും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ. ഈ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു കറി സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. ഇതുപോലെ ക്രീമൊക്കെ ചേർത്ത് നിങ്ങൾ ഇതുവരെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഗ്രേവി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.